അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഒരു തിയർ ആയിരുന്നു, അതായത് കണക്റ്റഡ് ഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് കണ്ടെയ്ൻ 2 വെർട്ടിസസ് ദാറ്റ് ആർ നോട്ട് കട്ട് വെർട്ടെക്സസ്. ഓക്കെ, അതായത് മിനിമം 2 വെർട്ടെക്സ് എങ്കിലുള്ള കണക്റ്റഡ് ഗ്രാഫിനെ സംബന്ധിച്ചത് എന്താണ്, ഏറ്റവും കുറഞ്ഞത് 2 വെർട്ടിസസ് എങ്കിലും കട്ട് വെർട്ടെക്സ് ആവില്ല. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പാറ്റേൺ അറിയാമല്ലോ അല്ലേ? അറിയോ? അതായത് നിങ്ങൾ എഴുതി 60 മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങൾ ജയിക്കുള്ളൂ. എക്സ്റ്റേണൽ എക്സാമിന് എഴുതി 60 മാർക്ക് നേടിയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ജയിക്കുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഓക്കെ, എഴുതി നേടണം നമ്മൾ 60 മാർക്ക്. എന്നാൽ മാത്രമേ ഇന്റേണൽ പോലും പരിഗണിക്കുള്ളൂ. ഇന്റേണൽ ആയിട്ടുള്ള 5 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ എഴുതി നേടിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. 60 മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി നേടണം. അല്ലാണ്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് 60 മാർക്ക് കിട്ടിയാൽ പോരാ. ഓക്കെ, ഓക്കെ, നമ്മൾ അടുത്ത പ്രപ്പോസ് ചെയ്യാം. എ സിമ്പിൾ ക്യൂബിക് ഗ്രാഫ്. ക്യൂബിക് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് 3 റെഗുലർ ഗ്രാഫ്. എന്താ 3 റെഗുലർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? 3 റെഗുലർ ഗ്രാഫ് എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്തായിരിക്കും? 3 ആവും. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 റെഗുലർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു 3 റെഗുലർ ഗ്രാഫിന് എക്സാമ്പിൾ ആണ് K4. K4 എക്സാമ്പിൾ ആണ് 3 റെഗുലർ ഗ്രാഫ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഗ്രാഫ് K4 തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഒരു ഗ്രാഫ് ഉണ്ട്, അത് കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹാസ് എ കട്ട് വെർട്ടെക്സ്. അതിനെന്തുണ്ട്? കട്ട് വെർട്ടെക്സ് ഉണ്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ കട്ട് എഡ്ജ്. പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് ഒരു സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് ഉണ്ട്. സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി 3 ആയിരിക്കും. അങ്ങനത്തെ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലർ 3 റെഗുലർ ഗ്രാഫ് അല്ലെങ്കിൽ ക്യൂബിക് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇങ്ങനൊരു 3 റെഗുലർ ഗ്രാഫ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ അതിനൊരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എങ്കിൽ കട്ട് എഡ്ജ് ഉണ്ട് എന്നും, കട്ട് എഡ്ജ് ഉണ്ട് എങ്കിൽ കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൂഫ്. എന്തെങ്കിലും തിയറത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് ലക്ഷ്മി ഒന്നുമില്ല, ഇവരൊക്കെ ടൂറ് പോയോ? അത് രാവിലെ ഫുൾ ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോ നെറ്റ് ഒക്കെ തീർന്നുണ്ടാവും. ഓ, അത് ശരി. എന്നാ പിന്നെ നമുക്ക് ഇനി വീഡിയോ ക്ലാസ് ആക്കണം. അതാകുമ്പോ 100 MB അടുത്തൊക്കെ വരുള്ളൂ.
ലൈവ് മതി, പക്ഷെ രാവിലെ മതി ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം വേണ്ട. അങ്ങനെയാണ് പറയുന്നത് അല്ലേ? ഉം. നോക്കാം. നാളെ ഞാൻ നടത്തില്ല. നാളത്തിന് പകരം ഞാൻ ശനിയാഴ്ച എടുത്തോളാം ക്ലാസ് കേട്ടോ, 9:30. ഓക്കെ. ഓക്കെ, ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ടായിക്കോ. ഞാൻ പറയാം, ഞാൻ നാളെ ക്ലാസ് കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ 9:30 ഞാൻ ശനിയാഴ്ച എടുക്കാം. ഓക്കെ. അപ്പോൾ പ്രൂഫ്, അപ്പോൾ നമ്മൾ ഇതിൽ സിമ്പിൾ ക്യൂബിക് ഗ്രാഫാണ്, അതായത് എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എങ്കിൽ കട്ട് എഡ്ജ് ഉണ്ട് എന്ന് പറയാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, സപ്പോസ് ഞാൻ അസ്യൂം ചെയ്തു, എന്താണ്, സപ്പോസ് ഗ്രാഫ് ജി ഹാവ് a cut vertex. ആരോ വന്നിട്ടുണ്ട്, ജസ്റ്റ് മിനിറ്റ്. A cut vertex V0, ഞാൻ അതിന് പേര് കൊടുത്തു, കട്ട് വെർട്ടെക്സിന് V0 എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇതാണ് V0 എന്ന് വിചാരിക്കാം, ഈ ഗ്രാഫിന്റെ V0. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെഗുലർ ഗ്രാഫിനെ സംബന്ധിച്ച് എന്തായിരിക്കും, 3 ഡിഗ്രി ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 എഡ്ജുകൾ ഇതുമായിട്ട് ഇൻസിഡന്റ് ചെയ്യും അല്ലേ? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിക്കാം. ഇതിനെ സംബന്ധിച്ച് ഇവിടുന്ന് വേറെയും പോകും 3 എണ്ണം, ഇവിടുന്ന് വേറെ പോകും 3 എണ്ണം, ഇവിടുന്ന് വേറെ പോകും 3 എണ്ണം. 3 എണ്ണം അല്ല, ഈ രീതിയിൽ 3 എണ്ണം ഉണ്ടാവാൻ പാടില്ല അല്ലേ, കാരണം 1 ഇവിടെ ഉണ്ട്. ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടാവുക, ഏകദേശം മോഡൽ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ V0 അഡ്ജസന്റ് ആയിട്ട് 3 വെർട്ടിസസ് ഉണ്ടായിരിക്കും. അതിനെ ഞാൻ V1, V2, V3 എന്ന് വിളിച്ചു. ഓക്കെ, ലെറ്റ് V1, V2, V3 be the vertices of G adjacent to അല്ലേ? എന്തിന് അഡ്ജസന്റ് ആയിരിക്കും? V0 അഡ്ജസന്റ് ആയിട്ടുള്ള ആളാണ്. എന്തുകൊണ്ടാ അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുന്നത്? കാരണം ക്യൂബിക് ഗ്രാഫാണ്. ക്യൂബിക് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി 3 ആയിരിക്കും. അതായത് വെർട്ടെക്സിന്റെയും ഡിഗ്രി 3 എന്ന് പറഞ്ഞാൽ അതിനെ ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജുകളുടെ എണ്ണം 3 ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 3 റെഗുലർ ഗ്രാഫ് അല്ലെങ്കിൽ ക്യൂബിക് ഗ്രാഫ് എന്ന് പറയുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, കൺസിഡർ G മൈനസ് V0 എന്താവും, ഡിസ്കണക്റ്റഡ് ആവും അല്ലേ, വിച്ച് ഈസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് അല്ലേ? ആരോ വന്നിട്ടുണ്ട്, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് കിട്ടും. അങ്ങനെ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ സംബന്ധിച്ച് ഒന്നെങ്കിൽ 3 കമ്പണന്റ് ആവാം. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ G മൈനസ് V0 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കമ്പണന്റ് G മൈനസ് V0 അല്ലേ? അല്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ദാറ്റ് ഈസ് G minus V0 as at least 2 components.
ഓക്കെ, ഇനി ഒന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ടും ഒരു കമ്പണന്റിലാവാം, ഇത് ഒറ്റൊന്ന് ഒരു കമ്പണന്റിലാവാം, അതല്ല മൂന്നും വേറെ വേറെ കമ്പണൻസിലാവാം അല്ലേ? കാരണം എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വി നോട്ട് ഡിലീറ്റ് ചെയ്യാൻ അറിയുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള എഡ്ജുകളും ഡിലീറ്റ് ആവും, അതിന് ഇൻസിഡൻ്റ് ആയിട്ടുള്ള അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ കുഞ്ഞാപ്പ്, ഈ വി നോട്ട് എന്ന് പറയുന്ന കുഞ്ഞാപ്പിൽ നിന്നുമാണ് അഡ്ജസൻ്റ് ആയിട്ടുള്ള ആളുകളാണ് V1, V2, V3 ആണല്ലോ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ആർക്കും ഒന്നും പറയില്ല അല്ലേ? ആരും ഒന്നും പറയില്ലല്ലോ. ആയിഷ ഷെറീൻ. ഡൗട്ട് ഒന്നും ഇല്ല സർ, അതുകൊണ്ടാ ഒന്ന് പറയാന്. ആയിക്കോട്ടെ. അപ്പം ഒന്നെങ്കിൽ ഇഫ് G minus V naught has 3 components, അങ്ങനെയും വരാലോ. 3 ആവാം, 2 ആവാം, രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. ഓക്കെ, 3 components. അങ്ങനെയാണ് എങ്കിൽ എന്ത് വരും? 3 component ആണ് എങ്കിൽ നോ എന്ത് വരും? V1, V2 ആൻഡ് V3 മൂന്ന് കമ്പണന്റിലാന്ന് പറയുമ്പോൾ ഇത് വേറെ ഒരു കമ്പണന്റിൽ, ഇത് വേറൊരു കമ്പണന്റിൽ, ഇത് വേറൊരു കമ്പണന്റ്, അങ്ങനെ മൂന്ന് കമ്പണന്റിലായിരിക്കും ഉണ്ടാവുക. ആർ contained in different component. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഏതെങ്കിലും, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുമ്പോൾ ഈ ഗ്രാഫ് നോക്കുക. ഓക്കെ, ഈ ഗ്രാഫ് നോക്കുക. ഇവിടെ നിന്നും വി നോട്ടിലേക്ക്, ഇവിടെ നിന്നും വി നോട്ടിലേക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. V2 നിന്നും വി നോട്ടിലേക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. V3 നിന്നും വി നോട്ടിലേക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. അതായത് V0, V3 എന്ന് പറഞ്ഞാൽ വി നോട്ടിൽ നിന്നും V3യിലേക്കുള്ള എഡ്ജ്. അതുപോലെ തന്നെ V0, V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോട്ടിൽ നിന്നും V2യിലേക്കുള്ള എഡ്ജ്. അതുപോലെ V0, V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോട്ടിൽ നിന്നും V1ലേക്കുള്ള എഡ്ജ്. അപ്പൊ ഇതിൽ ഈ എഡ്ജ് V0, V1 എന്ന് പറയുന്ന എഡ്ജ് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ എന്തായി? 2 കമ്പണന്റ് ഉള്ള, അതായത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയോ? അല്ലേ? അപ്പൊ എന്താണ്? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയി കഴിഞ്ഞാൽ ഒരു കട്ടെഡ്ജ് കിട്ടില്ലേ നമുക്ക്? ഒരൊറ്റ എഡ്ജ് പോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മീനിങ് എന്താണ്? കട്ടെഡ്ജ് കിട്ടി.
അപ്പോൾ നമുക്കിത് പറയാൻ പറ്റും, അതായത് ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എങ്കിൽ കട്ട് എഡ്ജ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സിൻസ് each of V0, V1, V0, V2 and V0, V3 is a cut edge. അല്ലെങ്കിൽ അങ്ങനെ എഴുതണ്ട. സിൻസ് ഈച്ച് ഓഫ് V0, V1, V0, V2 and V0, V3 if deleting, then graph G is disconnected. That is, G, that is each of V0, V1, V0, V2 and V0, V3 are cut edge of G. ഓക്കെ, ഇത് മനസ്സിലായോ അല്ലേ? ഇത് മനസ്സിലായോ അല്ലേ? ഓ മനസ്സിലായി. ബാക്കിയുള്ളവരൊന്നും ഒന്നും പറയുന്നില്ല. ദിവ്യ ഉണ്ടോ? ദിവ്യ ഉണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, കട്ട് എഡ്ജ് എന്ന് പറയാൻ പറ്റും. ഇനി 2 കമ്പണൻസ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇതിലൊന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇഫ് G minus V0 has only 2 components. Only 2 components. അങ്ങനെയാണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം V0 ഇതാണ് V0, ഇതിൽ നിന്നും V1, V2, ഇവിടെ ഒരു കുഞ്ഞാപ്പൂടി ഉണ്ടാവും, ആരാണത്? V3. ഇതിൽ നിന്നും പിന്നെ ഒന്ന് പോവും, ഇങ്ങനെ പോവും, കറസ്പോണ്ടിങ് ആയിട്ട്. അതുപോലെ തന്നെ V3 നിന്നും 3 എണ്ണം പോവും. അതിൽ ഞാൻ അസ്യൂം ചെയ്തു G minus V0 has only 2 components. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഒന്നെങ്കിൽ 2 വെർട്ടെക്സുകൾ ഒറ്റ കമ്പണന്റിലും മറ്റൊന്ന് ഒരൊറ്റ കമ്പണന്റിലും ആയിരിക്കും. ഇതങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും ഈ മോഡല്. ഇവിടെ എന്ത് ചെയ്യും? V3യും V2വും എന്തായിരിക്കും? എക്സിസ്റ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു പാത്ത്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലടോ? ഉണ്ടായിരുന്നോ? ശ്രദ്ധിക്കണേ, കാരണം ഞാൻ പെട്ടെന്ന് നമ്മള് പറയുന്നത് മാത്രമാണല്ലോ നോക്കുന്നത്. ഞാൻ എപ്പോഴാണ് അത് ചോദിച്ചത്. എന്തെങ്കിലും ഇതുണ്ട് എങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കേട്ടോ ബാസിം? ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ V1 അസ്യൂം ചെയ്യാണ്. V1 മാത്രം ഒരു കമ്പണന്റിലും, G1 എന്ന് പറയുന്ന കമ്പണന്റിലും, V2 എന്ന് പറയുന്ന G2 എന്ന് പറയുന്ന കമ്പണന്റിലും ആണ് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ V1 V0 ഡിലീറ്റ് ചെയ്താൽ, എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ എന്തായി മാറും?
ഡിസ്കണക്റ്റ് ആവൂലേ? ഇല്ലേ? നോക്കുക, G2 എന്ന് പറയുന്ന കമ്പണന്റിലായി മാറും V0യും ഇതും. ഓക്കെ ആണോ അല്ലേ? ഒന്നും പറയുന്നില്ല ഇതില്. If G minus V0 has only two components, then one of each vertex, one of each vertices, V0, V1 and V3 is contained in one component and other two vertices contained in another component. അങ്ങനെ വരുമ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് suppose V1 belongs to G1, V1 belongs to vertex of G1 and V2 comma V1, sorry, V2 comma V3 belongs to vertices of G2. അങ്ങനെ എടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുക? Then in this case എന്താണ് V0? അപ്പോൾ നമ്മളിതാ ഈ കേസിൽ നോക്കുക, V0 V1 ഒരു കമ്പണന്റ്, V1 ഒരു കമ്പണന്റിലും V2 V3 വേറൊരു കമ്പണന്റിലും G2ലും ആണ് എങ്കിൽ നമ്മൾ ഇതിൽ എന്താണ് V0 V1 ഡിലീറ്റ് ചെയ്താൽ, എഡ്ജ് V0 V1 ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഡിസ്കണക്റ്റ് ആവൂലേ? ഇതാ നോക്കാം അല്ലേ? In this case V0 V1 ne if V0 V1 is deleting അല്ലെങ്കിൽ deletion of എന്ന് പറയാം. Okay, in this case deletion of V0 V1 from G is disconnected. Therefore എന്താണ് V0 V1 is a cut edge അല്ലേ? V0 V1 is a cut edge of G. ഇനി അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു? സിമ്പിൾ ക്യൂബിക് ഗ്രാഫ് 3 റെഗുലർ കണക്റ്റഡ് ഗ്രാഫിന് ഒരു കട്ട് വെർട്ടെക്സ് ഉണ്ട് എങ്കിൽ കട്ട് എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലാക്കണോ അല്ലേ? ഹർഷ ഉണ്ടോ അതില്ലേ? മനസ്സിലായോ? ഓ മനസ്സിലായി. എന്താ സമയം എടുക്കുന്നത് പറയാൻ? ഇത് നെക്സ്റ്റ് രണ്ടു വട്ടം നെക്കിപ്പോയി.
ഓ അത് സാർ. ഓക്കെ, പിന്നെ അടുത്തത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമിത ഉണ്ടോ? അമിത ഇതിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, പോട്ടെ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? പ്രൂവ് ചെയ്യാനുള്ളത് അതായത് കട്ട് വെർട്ടെക്സ് ഉണ്ട് എങ്കിൽ, അല്ല കട്ട് എഡ്ജ് ഉണ്ട് എങ്കിൽ കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അത് സിമ്പിളാണ്. കാരണം കോൺവേഴ്സ്ലി suppose that E equal to some UV be the cut edge, cut edge of G. അങ്ങനെ കട്ട് എഡ്ജ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? Then G minus E is disconnected. അല്ലേ? ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അങ്ങനെ G minus E ഡിസ്കണക്റ്റഡ് ആണ് എങ്കിൽ, ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്രാഫ് ഉണ്ട്, ഏതോ ആട്ടെ, ഒരു ഗ്രാഫ് ഉണ്ട്, അതിലൊരു ഇത് കട്ട് എഡ്ജ് ആണ് എന്ന് വിചാരിക്കാം. കട്ട് എഡ്ജ് ആണെന്ന് വിചാരിക്കാം. ഇ എന്ന് പറയുന്നത് യു വി, ഇ എന്ന് പറയുന്ന ഈ കുഞ്ഞാപ്പാണ്. അങ്ങനെയാണെങ്കിൽ കട്ട് എഡ്ജ് ആണ് എങ്കിൽ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും G minus E. എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? പറയാൻ പറ്റിയ ആർക്കെങ്കിലും? ഇല്ല, ആരുമില്ല. ഡിസ്കണക്ട് ആവോ? ഓക്കെ, എന്ത് സംഭവിക്കും? ഡിസ്കണക്ട് ആവും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഡിസ്കണക്ട് ആവുന്നത്? സംഭവം റെഡിയാണ് പറഞ്ഞത്. കാരണം ഈ എഡ്ജ് എന്തായി മാറും? ഡിലീറ്റ് ആവില്ലേ? നമ്മൾ ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുമ്പോ അല്ലേ? ഇല്ലടോ, ആരും പറയാനില്ല. ഓക്കെ, അതെ, കട്ട് വെർട്ടെക്സ് ആവും. യാ, വെരി ഗുഡ്. അപ്പൊ എന്താണ്? then the deletion of here deletion of U or V then must delete E. So graph resultant graph കേട്ടോ, resultant graph disconnected. Therefore U and V are at vertex of G. Hence the proof. ഓക്കെ, ഞാൻ ഇന്ന് ഇത്രയും ക്ലാസ് എടുക്കുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ?
എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ?